എവിടെ പോണേ കുഞ്ഞാ? കുട്ടിക്കാലം മുതൽ ഓണം ആഘോഷിക്കാൻ സാധിച്ചവരൊക്കെ നല്ല ഭാഗ്യമുള്ളവരാണ് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തെ ഓണാഘോഷം മുഴുവൻ മനസ്സിലായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ വീട്ടിലോ സ്കൂളിലോ ഒന്നും ഓണം ആഘോഷിച്ചിട്ടേ ഇല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്കൊരു 8 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് എൻ്റെ വീടിനടുത്തുള്ള ചേച്ചി ഞങ്ങളെ ഓണസദ്യ കഴിക്കാൻ ക്ഷണിച്ചതും അവരുടെ വീട്ടിൽ പോയി ഒരുപാട് ആളുകൾക്കൊപ്പം ഓണസദ്യ കഴിച്ചതും ആ ഓണസദ്യയുടെ രുചി ഞാൻ അറിയുന്നതും അന്നാണ്. എൻ്റെ മനസ്സിൽ ഏറ്റവും മധുരമുള്ളൊരു ഓർമ്മയാണത്. എനിക്ക് മക്കളുണ്ടായപ്പോൾ മുതലാണ് ഞാൻ എൻ്റെ ഓണക്കാലം നന്നായി ആഘോഷിച്ചു തുടങ്ങിയത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തിരുവോണത്തിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏഷ്യാനെറ്റിൽ വരുന്ന എല്ലാ ഓണപരിപാടികളും കുത്തിയിരുന്ന് കണ്ടു തീർക്കുന്നത് ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. ഞങ്ങൾക്ക് പട്ടുപാടിയിട്ട് കിട്ടിയില്ല. ഗെയിംകളി ഇവിടെ വന്ന ഒരു കാര്യം ചോദിക്കട്ടെ, വീണ രചിക്കുട്ട ഡ്രസ്സൊക്കെ മേടിച്ചപ്പോൾ കുഞ്ഞി ഭയങ്കര ഹാപ്പിയായി. സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു നിമിഷവും നമ്മൾ പാഴാക്കരുത് കേട്ടോ. അതാണ് ഇപ്പോഴത്തെ എൻ്റെ തിയറി. ഇത് ആലുവയിലുള്ള ഞങ്ങളുടെ ഷോപ്പാണ്. എല്ലാ ടൈലറിംഗ് മെറ്റീരിയൽസ് ഐറ്റംസും ഇവിടെ കിട്ടും. ഞാൻ എപ്പോൾ ഡ്രസ്സ് എടുത്താലും അതിൻ്റെ അലങ്കോലപ്പണിക്കുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ നിന്നാണ് കേട്ടോ അടിച്ചു മാറ്റാറ്. നീ പറഞ്ഞിട്ട് മേടിച്ചല്ലേ? കുറുമ്പിക്ക് കുരുത്തക്കേട് കുറച്ച് കൂടുന്നുണ്ട്. എനിക്കും കുഞ്ഞിക്കുള്ള വളയും മാലയും കമ്മലൊക്കെ മേടിക്കാനാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. പാപ്പുവിനുള്ള ഡ്രസ്സ് ഞങ്ങൾ പോയപ്പോൾ കിട്ടിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വേറൊരു ദിവസം പാപ്പുവിനായിട്ട് ഞങ്ങൾ ഡ്രസ്സ് മേടിക്കാൻ ഇറങ്ങി. കുറച്ച് നാളുകളായിട്ട് എല്ലാ ഓണത്തിനും ഞങ്ങൾ അവന് കുർത്തയാണ് കേട്ടോ എടുക്കാറ്. കാരണം ആമ്പിള്ളേർ മുണ്ടെടുക്കുന്നത് കാണാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ അവൻ ആ മുണ്ടും താങ്ങി പിടിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കണതാണ് ഭയങ്കര പാവം തോന്നും. അപ്പം ഞാൻ പറഞ്ഞു ഇനി തൊട്ട് ചുപ്പ എടുത്താൽ മതി, അല്ലെങ്കിൽ കുർത്ത എടുത്താൽ മതി എന്ന്. അവനും അത് തന്നെയാണ് കംഫർട്ടബിൾ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വൃന്ദാവൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. കാരണം ഞങ്ങൾ ദോശ ഇഡലി ലവേഴ്സാണ്. പുതിയ വൃന്ദാവൻ റെസ്റ്റോറൻറ്റ് എത്ര ഭംഗിയായിട്ടാണ് അവർ ഇൻറ്റീരിയറൊക്കെ ചെയ്തേക്കണേ. ആ പേരിനോട് ചേർന്ന രീതിക്കുള്ള ഒരു ഇൻറ്റീരിയർ അല്ലേ ഇത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഈ ഇൻറ്റീരിയറും വർക്കും ഒക്കെ കണ്ടിരുന്നപ്പോഴേക്കും നല്ല ചൂടൻ ഗീ റോസ്റ്റും ഗീ ഇഡലിയും ഒക്കെ വന്നു കേട്ടോ. ഇക്കാക്കായാണ് ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തത്. ഞാനാണെങ്കിൽ ഭട്ടൂരി ഓർഡർ ചെയ്ത് ഇങ്ങനെ കാത്തിരിപ്പാണേ. ഇഡലി ഞാൻ വെക്കട്ടെ. ചേച്ചിക്കുട്ടാ ഇഷ്ടായോ? ഇഷ്ടാണോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഞങ്ങൾ എന്നും വൃന്ദാവനിൽ പോയാലും എല്ലാവരും പല സാധനങ്ങളാണ് ഓർഡർ ചെയ്യാറ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. അപ്പോൾ അതും ഒരു സന്തോഷമല്ലേ. പിന്നെ പല ഐറ്റംസിൻ്റെ ടേസ്റ്റും അറിയാൻ പറ്റും. 2ാം ദിവസത്തെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് 3ാം ദിവസം ഞങ്ങൾ അത്തപ്പൂക്കൾ ഇടാനുള്ള പൂക്കൾ മേടിക്കാൻ വന്നേക്കുവാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പാതാളം. നമ്മുടെ മഹാബലി തമ്പുരാനെ വാമനൻ ചവിട്ടി താഴ്ത്തിയ പാതാളമൊന്നും അല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പാതാളം. പണ്ട് തൊട്ടേ പാതാളത്ത് ഇങ്ങനെ കുറേ തമിഴ്നാട്ടിൽ നിന്ന് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഓണക്കാലത്ത് ഇങ്ങനെ പൂക്കളായിട്ട് വരും. ഒരുപാട് കടകളുണ്ടാവും ഇവിടെ. പലതരത്തിലുള്ള പൂക്കളും ഉണ്ടാവും. ഞങ്ങൾ എപ്പോഴും തന്നെ ഇവിടെ നിന്നാണ് മേടിക്കാറ്.
പൂക്കൾ നമുക്ക് തരുന്നത് ഭയങ്കര പോസിറ്റീവ് എനർജിയും ഭയങ്കര സന്തോഷമാണല്ലേ. എനിക്ക് പൂക്കൾ കണ്ട എപ്പോഴും ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യും. രാവിലെ തന്നെ പാപ്പിയും കുഞ്ഞിയും അത്തപ്പൂക്കൾ ഇടാൻ റെഡിയായി വന്നിട്ടുണ്ടേ. ഓറഞ്ച് ആണോ? അല്ലല്ലേ, ഓറഞ്ച് അല്ല, ഇതാണ് ജമന്തി. ജമന്തി ജമന്തി അല്ല. അപ്പൊ പൂക്കൾ ഇട്ടിട്ട് പകുതി വരെ ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ടുള്ളൂ, ഇനിയും ചെയ്യാനുണ്ട് കുറെ പണികള്. അങ്ങനെ കഴിഞ്ഞു. എന്റെ മഞ്ഞേന്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. അത് അവിടേക്ക് Bye.